ലോകം അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ലാതെ സ്വന്തമായി നിങ്ങൾ സഹിക്കേണ്ടി വരുന്ന ഭീകരവും ബീഭത്സവും കഠിനവും കഠോരവുമായ ആ ഭീകരമായ നിമിഷം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിലേക്ക് നിങ്ങൾ സമ്പൂർണ്ണ സമർപ്പിതരായി മാറണമെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഒരു ഹദീസിന്റെ ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. അൽ ഇനാബ, അല്ലാഹുവിലേക്ക് സമ്പൂർണ്ണ സമർപ്പിതരാവുക എന്ന വിഷയമാണ് ഈ ബേൽപ്പാടി ഉറൂസിൽ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജാബിർ ബിൻ അബ്ദുള്ള എന്ന സ്വഹാബിയിൽ നിന്ന് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. കഠിനമായ രോഗങ്ങൾ പിടിപെടുമ്പോൾ ചില ആളുകൾ ആഗ്രഹിച്ചു പോകും, പടച്ചവനെ ഞാൻ അങ്ങ് മരിച്ചെങ്കിലെന്ന്. ചിലർക്ക് ചില കടുത്ത പരീക്ഷണങ്ങളെ നേരിടുമ്പോൾ ആ പരീക്ഷണങ്ങൾ ഭരണകൂടങ്ങളിൽ നിന്നാകാം, നിയമപാലകരിൽ നിന്നാകാം, അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്നാകാം. ആ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ ഈ പരീക്ഷണങ്ങൾ ഞാൻ അനുഭവിക്കുന്നതിന് മുമ്പ് അങ്ങ് മരിച്ചെങ്കിലെന്ന് കൊതിച്ചു പോകുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ ഉത്തരേന്ത്യ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മഹാനായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ തതമന്നഉൽ മൗത്ത്, നിങ്ങൾ മരണം കൊതിക്കരുത്. കാരണം കഠിനമായ രോഗം കാരണം നിങ്ങൾക്ക് മരിക്കണമെന്ന് തോന്നും, കഠിനമായ മാനസികമായ വ്യഥകൾ കാരണം നിങ്ങൾക്ക് മരിക്കണമെന്ന് തോന്നും, കഠിനമായ പരീക്ഷണങ്ങൾ ഭരണകൂടത്തിൽ നിന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വരുമ്പോൾ മരിച്ചെങ്കിലെന്ന് നിങ്ങൾ കൊതിച്ചു പോകും. ആ ഘട്ടം നിങ്ങൾക്ക് ഒരിക്കലും ഭൂഷണമല്ല. നിങ്ങൾ മരണത്തെ കൊതിക്കരുത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ മരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ മരണത്തിന് ശേഷമുള്ള കാണാനിരിക്കുന്ന ഓരോ സെക്കൻഡുകൾ ഭീകരമാണ്. ഇപ്പോഴുള്ളതുപോലെയല്ല നിങ്ങൾ നേരിടാൻ പോകുന്ന പരീക്ഷണങ്ങൾ. നന്നായിട്ട് മനസ്സിലാക്കുക. രോഗം അങ്ങോട്ട് കൂടി മാരകമായ ക്യാൻസർ പിടിപെട്ടു, മാരകമായ ട്യൂമർ പിടിപെട്ടു. ആ സമയത്ത് മരിച്ചെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകാൻ പാടില്ല. കാരണം ഈ വേദന, ഈ കഠിനമായ ക്യാൻസറിന്റെയും ട്യൂമറിന്റെയും വേദന നിങ്ങൾക്ക് വല്ലാതെ അരോചകമാണ് എങ്കിൽ ഇനി അങ്ങോട്ടുണ്ടാകുന്ന വേദനകൾ ഇതിലേറെ ഭീതിയാണ്. കഠിനമായ പരീക്ഷണങ്ങൾ ഗവൺമെന്റുകളിൽ നിന്ന് നമുക്ക് നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ പറയും ഒന്ന് മരിച്ചെങ്കിലെന്ന്. പക്ഷേ ഇതിനേക്കാളും വലിയ പരീക്ഷണങ്ങളാണ് മരണശേഷം നമുക്ക് നേരിടേണ്ടിയുള്ളത്. കഠിനമായ പരീക്ഷണങ്ങൾ ഇനി നമുക്ക് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത് ഒരുപാട് നാള് ജീവിച്ചിരുന്ന് ആ നാളത്രയും അല്ലാഹുവിലേക്ക് സമ്പൂർണ്ണ സമർപ്പിതരാകാനുള്ള ഭാഗ്യം കിട്ടുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ആമുഖമായി തന്നെ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് റമദാൻ മാസത്തിൽ 5 മരിക്കാൻ ആഗ്രഹമുള്ളവരാണോ, അതോ 10 മരിക്കാൻ ആഗ്രഹമുള്ളവരാണോ, 15 അന്ന് മരിക്കാൻ ആഗ്രഹമുള്ളവരാണോ, 20 അന്ന് മരിക്കാൻ ആഗ്രഹമുള്ളവരാണോ, 25 അന്ന് മരിക്കാൻ ആഗ്രഹമുള്ളവരാണോ, അതല്ല പുണ്യമായി 27-ാം രാവിന് മരിക്കണമെന്ന് കൊതിക്കുന്നവരാണോ? നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് റമദാൻ മാസത്തിൽ അങ്ങ് മരിച്ചെങ്കിലെന്ന്. കാരുണ്യത്തിന്റെ 10, പാപമോചനത്തിന്റെ 10, നരകമോചനത്തിന്റെ 10 മരിക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതൊക്കെ നല്ലതാണ്. പക്ഷേ ഞാൻ പറയുന്നു, റമദാൻ മാസത്തിൽ 10-ാമത്തെ ദിവസത്തിൽ മരിക്കുന്നതിനേക്കാൾ നല്ലതാണ് 20-ന്റെ അന്ന് മരിക്കൽ. 20-ന്റെ അന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലതാണ് 25-ന് മരിക്കൽ. അതിനേക്കാൾ നല്ലതാണ് റമദാൻ തീർന്ന് പെരുന്നാളിന്റെ അന്ന് മരിക്കൽ. കാരണം എന്താ? ഒരു നോമ്പൂടെ പിടിക്കാൻ കിട്ടിയാൽ അത്രയും വലിയ ഭാഗ്യമല്ലേ നമുക്ക്? ഒരു നോമ്പും ഒരു തറാവീഹും കൂടെ കിട്ടിയാൽ
അത് നമുക്ക് അത്രയും നല്ലതല്ലേ? അതുകൊണ്ട് റമളാന്റെ പിറ കാണുമ്പോ ഓസിനങ്ങ് സ്വർഗത്തിൽ പോകാം. അള്ളാഹുവിന്റെ നരകം അടയ്ക്കപ്പെട്ടു, സ്വർഗം തുറക്കപ്പെട്ടു, അവന്റെ കോപം അവസാനിപ്പിക്കപ്പെട്ടു, ശൈത്താനെ ചങ്ങലക്കിട്ടു. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് നന്നായിട്ട് മരിച്ചാൽ എനിക്ക് സ്വർഗം നേരിട്ടങ്ങ് കിട്ടുമെന്ന് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റമളാനിൽ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഇബാദത്ത് എടുക്കാനുള്ള ഭാഗ്യം അല്ലാഹു തന്നാൽ അതല്ലേ നമുക്ക് അഭികാമ്യമായത്, അതല്ലേ നമുക്ക് ഏറ്റവും കരണീയമായത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. ത്വൽഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ഉണ്ടായിക്കാവുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു സംശയമാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, രണ്ടുപേര് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. രണ്ടുപേരും അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പരിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ട് മുസ്ലിമായ രണ്ട് സഹോദരങ്ങൾ. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരാൾ രക്തസാക്ഷിയായി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പടപൊരുതിയിട്ട് അദ്ദേഹം ഷഹീദായി മരണപ്പെട്ടു. അടുത്തയാള് ഒരു വർഷം കൂടി ജീവിച്ചിരുന്നു, ഒരു കൊല്ലം കൂടി അയാൾ ജീവിച്ചിരുന്നു. രണ്ടാമൻ അയാൾ ഒരു വർഷം കഴിഞ്ഞിട്ട് സ്വാഭാവികമായി അദ്ദേഹം മരണപ്പെട്ടു. സാധാരണ ഒരാൾ മരിക്കുന്നത് പോലെ അദ്ദേഹത്തിന് രോഗം വന്നോ അല്ലാതെയോ അദ്ദേഹം മരണപ്പെട്ടു. ഒരു കൊല്ലം മുമ്പ് ഒന്നാമൻ ഷഹീദായി മരിച്ചു. ഈ രണ്ടുപേരെയും ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ മുന്നിൽ വെച്ച് കാണുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുന്നു, രണ്ടുപേരും സ്വർഗത്തിന്റെ മുറ്റത്ത് വരികയാണ്. സ്വർഗത്തിന്റെ പാറാവുകാരനായ റിളുവാൻ എന്ന് പറയുന്ന മലക്ക് അവിടെ നിൽപ്പുണ്ട്. മഹാനായ ആ മലക്കിനെ നോക്കിക്കൊണ്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വർഗത്തെ ഇങ്ങനെ മനോഹരമായി കണ്ണുകൾ കൊണ്ട് സ്വപ്നത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോ രക്തസാക്ഷിയായ ആളിന്റെ മുന്നിൽ ഒരു വർഷം കഴിഞ്ഞ് സ്വാഭാവിക മരണം കിട്ടി മരണപ്പെട്ട ആള് സ്വർഗത്തിലേക്ക് കടന്നു പോവാൻ. ഷഹീദ് അപ്പോഴും സ്വർഗത്തിന്റെ പുറത്താണ്. ഒരു കൊല്ലം ജീവിച്ചിരുന്ന് സ്വാഭാവികമായി മരണം കിട്ടി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോയ ആ സഹാബി ആദ്യം സ്വർഗത്തിൽ പോയി. രണ്ടാമതാണ് ഷഹീദായ ആ സഹാബി സ്വർഗത്തിലേക്ക് പോയത്. ഇത് കണ്ടിട്ട് സ്വർഗത്തിന്റെ പാറാവുകാരനോട് ചോദിച്ചു, അല്ല, യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ ആദ്യം പോകേണ്ടത് ഷഹീദല്ലേ? അദ്ദേഹത്തിന്റെ ജീവനും ജീവിതവും രക്തവും സമയവും സമ്പത്തും അള്ളാഹുവിന്റെ ദീനിന് കൊടുത്ത മനുഷ്യനല്ലേ? മറ്റേയാള് ജീവനും രക്തവും ഒന്നും കൊടുത്തില്ലല്ലോ, അയാള് സ്വാഭാവികമായി മരണപ്പെട്ടയാളല്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം ആദ്യം സ്വർഗത്തിൽ പോയത് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ റിളുവാൻ എന്ന മാലാഖ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇവിടെ ചോദ്യം ചോദിക്കാനുള്ള സമയമായിട്ടില്ല, നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള സമയമായിട്ടില്ല, അതുകൊണ്ട് മടങ്ങി പോകണം. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹാബിയായ ത്വൽഹ റളിയല്ലാഹു അൻഹു കണ്ണു തുറക്കുകയാണ്. സ്വപ്നമാണ് താൻ കണ്ടുകൊണ്ടിരുന്നത് എന്ന് അപ്പോഴാണ് ബോധ്യം വന്നത്. ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടതാണ്. എന്തുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്? രണ്ടാമനായി ഒരു വർഷം കൂടി ജീവിച്ചിരുന്ന് സ്വാഭാവികമായ മരണം കിട്ടി അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് പറന്നുയർന്ന മനുഷ്യൻ എന്തുകൊണ്ടാണ് ആദ്യം സ്വർഗത്തിലേക്ക് പോയത്? ഷഹീദായ മനുഷ്യൻ എന്തുകൊണ്ടാണ് രണ്ടാമത് സ്വർഗത്തിലേക്ക് പോയതെന്നറിയാനുള്ള വ്യഗ്രതയോടെ, പ്രതീക്ഷയോടെ, ആകാംക്ഷയോടെ സുബഹി നമസ്കാരത്തിന്റെ സമയമെത്തുമ്പോൾ മദീനയുടെ മണവാളന്റെ അടുക്കലേക്ക് ഓടുകയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയെ, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. ആ രണ്ട് സഹോദരങ്ങളിൽ ഒന്നാമന് സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ രണ്ടാമന് സ്വർഗത്തിൽ പോയി. ആ ഒന്നാമനാകട്ടെ രക്തസാക്ഷിയായ മനുഷ്യനാണ്, രണ്ടാമത്തെ ആള് സ്വാഭാവികമായ മരണം കിട്ടിയ ആളാണ്. എന്തുകൊണ്ടാണ് റസൂലേ അങ്ങനെയാൾ ആദ്യമേ സ്വർഗത്തിൽ പോയതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ മനുഷ്യന് ഒരു റമളാനും കൂടി കിട്ടിയിരുന്നില്ലേ? ഈ ഒരു മനുഷ്യൻ
മനുഷ്യന് റമളാൻ ഒരെണ്ണം അധികം കിട്ടിയിരുന്നില്ലേ? ആദ്യത്തെ മനുഷ്യനെ അപേക്ഷിച്ചുകൊണ്ട് രണ്ടാമന് ഒരു റമളാനും കൂടെ അല്ലാഹു അധികം കൊടുത്തില്ലേ? എത്ര വഖത്ത് നമസ്കരിച്ചു, എത്ര പേജ് ഖുർആൻ ഓതി, എത്രയോ ദിക്റുകൾ, എത്രയോ തസ്ബീഹുകൾ, എത്രയോ തഹ്ലീലുകൾ അയാൾക്ക് ചെല്ലാനുള്ള ഭാഗ്യം കിട്ടി. അതുകൊണ്ട് അയാൾ തന്നെയാണ് സ്വർഗത്തിലേക്ക് പോകാൻ ഏറ്റവും അർഹനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൽഹത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ, സഹോദരങ്ങളെ, റസൂൽ പറഞ്ഞ ഹദീസ് ഇവിടെയാണ് അന്വർത്ഥമാവുക. വ ഇന്ന മിന സഅദാ, ഏറ്റവും വലിയ വിജയത്തിന്റെ അടയാളം എന്തെന്നറിയോ? 50 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരാള് ബെൽപ്പാടിയിലും കുന്തൂരും ഉണ്ടെന്നിരിക്കട്ടെ, അടുത്ത സഹോദരൻ 60 വയസ്സ് വരെ ജീവിച്ചിരുന്നവനാണ്. ഈ 50 വയസ്സ് വരെ ജീവിച്ചിരുന്ന സഹോദരന് മരണപ്പെട്ടു പോയി. അത് കഴിഞ്ഞിട്ട് 10 വർഷമാണ് മറ്റേയാള് ജീവിച്ചിരുന്നത്. രണ്ടുപേരും സാലിഹീങ്ങളാണ്, രണ്ടുപേരും അഹബിരീങ്ങളാണ്, രണ്ടുപേരും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നവരാ. എന്നാ പ്രിയപ്പെട്ടവരെ, രണ്ടുപേരിലെ ഭാഗ്യവാൻ ആരാണെന്നറിയോ? 60 വർഷക്കാലം ഈ മണ്ണിൽ ജീവിച്ചിരുന്നവനാണ്. കാരണം 10 റമളാൻ അല്ലാഹു അവന് കൊടുത്തു, അധികമായി കൊടുത്തു. ആ 10 റമളാനിലെ 10 ലൈലത്തുൽ ഖദ്ർ അദ്ദേഹത്തിന് കിട്ടിയല്ലോ. 10 ഇഅ്തികാഫ് ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് പടച്ചതമ്പുരാന് ഒരു ദിവസം കൂടി ജീവിച്ചിരുന്നവന് കൊടുക്കുന്നതെങ്കിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് പരീക്ഷണങ്ങളെ നിങ്ങൾ നേരിടേണ്ടി വന്നാൽ, ഭരണകൂട ഭീകരതകൾ നമ്മുടെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ, വഖഫ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഏറ്റവും മുഖ്യമായ ഒരു ഘടകത്തിലെ കത്തിവെക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതേത് പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വന്നാൽ, ഇല്ല എനിക്ക് മരണത്തെ കൊതിക്കാൻ കഴിയില്ല, ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം കൂടി ജീവിച്ചിരുന്നാൽ ആ നിമിഷം എന്റെ റബ്ബിനൊരു തസ്ബീഹ് ചൊല്ലാമല്ലോ, ആ ഒരു സെക്കൻഡ് കൂടെ പടച്ചവന് തഹ്ലീൽ ചൊല്ലാമല്ലോ, ഒരു നിമിഷം കൂടി എന്റെ പടച്ചവന് അല്ലാഹു അക്ബർ ചൊല്ലാമല്ലോ. ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ചെറുപ്പക്കാരനായി നമുക്ക് മാറേണ്ടതുണ്ട്. അവിടെയാണ് ഖുർആൻ ഇടപെടുന്നത്. വഅനീബൂ ഇലാ റബ്ബികും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ. അള്ളാന്റെ സഹായം നിങ്ങൾക്ക് വരുന്നതിന്, അള്ളാഹ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പ്, ഒരു സഹായം നിങ്ങൾക്ക് കിട്ടാതെ കഠിനമായ പരീക്ഷണങ്ങൾ നിങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, ആ സാഹചര്യം നിങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സമ്പൂർണമായ പടച്ചവരിലേക്ക് സമർപ്പിതരാകണമെന്ന പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ. ഈ കർണാടകയിലെ കുന്തൂർ എന്ന് പറയുന്ന ദക്ഷിണ കന്നഡ ജില്ലയിലെ ഈ മേൽപ്പാടി ഉറോസിനെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളോട് ഈ സമാപന ദിവസത്തില് പുണ്യമായ തിങ്കളാഴ്ച രാവിലെ പ്രകാശത്താൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ വലിയുടെ ചാരം മുഴുവനും മുഖരിതമാകുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് പറയാനുള്ളത്, അല്ലാഹുവിലേക്ക് സമ്പൂർണ്ണ സമർപ്പിതരായി മാറുക. ആരും നമ്മളെ മൂക്കിൽ വലിച്ചു കേട്ടില്ല, ആരെ കൊണ്ടും നമ്മളെ തകർക്കാൻ കഴിയില്ല. വാരിയല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളില് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് സമ്പൂർണ്ണ സമർപ്പിതരായി നമ്മൾ മാറിയാൽ, അൽ ഇനാബത്ത് എന്ന് പേരുള്ള ഏറ്റവും വലിയ വിശേഷണം നമുക്കുണ്ടായാൽ, എന്റെ സഹോദരങ്ങളെ, ഈ വിശേഷണം ആർക്കൊക്കെ അല്ല കൊടുത്തതാണെന്നറിയോ? 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ, അതിൽ 25ഓളം വരുന്ന പ്രവാചകന്മാരുടെ പേര് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞല്ലോ. ആദം നബി അലൈഹിസ്സലാം തുടങ്ങിയിട്ട് മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 25 പ്രവാചകന്മാരുടെ പേര് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുമ്പോൾ, സഹോദരങ്ങളെ, അതിലെ 4 പ്രവാചകന്മാരുടെ വിശേഷണങ്ങൾ അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു പറഞ്ഞതെന്താണ്? ചരിത്രം പഠിക്കുന്നവർക്ക്, പഠിപ്പിക്കുന്നവർക്ക്, വായിക്കുന്നവർക്ക്, പരതുന്നവർക്ക്, അന്വേഷിക്കുന്നവർക്ക്, ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുന്നവർക്കറിയാം, സോളമൻ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ലോകമടക്കി ഭരിച്ച 4 ചക്രവർത്തിമാരേ ഉള്ളൂ. ഒരു ഇന്ത്യ രാജ്യത്തിന്റെ ഭരണമല്ല, ഒരു കർണാടക സ്റ്റേറ്റിന്റെ ഭരണമല്ല, ഒരു ദക്ഷിണ കന്നഡ ജില്ലയുടെ കാര്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം മുഴുവനും മടക്കി ഭരിച്ച 4 ചക്രവർത്തിമാരേ ഉള്ളൂ. അങ്ങ് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ, കിഴക്ക്
മുതൽ പടിഞ്ഞാറ് വരെ ലോകമടക്കി ഭരിച്ച 4 ചക്രവർത്തിമാരേ ഉള്ളൂ. അതിൽ 2 പേര് മുസ്ലിമീങ്ങളാണ്, 2 പേര് അമുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളായ ചക്രവർത്തിമാരിൽ ഒരാളാണ് മഹാനായ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. ചരിത്രത്തിൽ സോളമൻ ചക്രവർത്തി എന്നാണ് മഹാനായ സുലൈമാൻ നബിയെ ചർച്ച ചെയ്യുന്നത്. ആ സുലൈമാൻ നബിയുടെ വിശേഷണം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാദിൽ എന്താ പറഞ്ഞതെന്നറിയോ? വലഖദ് ഫതന്നാ സുലൈമാന വൽഖൈനാ അലാ കുർസിഹി ജസദൻ സുമ്മ അനാബ്. സഹോദരങ്ങളെ, വിശദീകരണം വിശാലമായി മുഫസ്സിരീങ്ങൾ പറഞ്ഞ കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കഥ പറയുമ്പോൾ സുലൈമാൻ നബിയുടെ ക്വാളിറ്റി അള്ളാഹു പറഞ്ഞതെന്തെന്നറിയോ? വലഖദ് ഫതന്നാ സുലൈമാന. സുലൈമാൻ നബിയെ പരീക്ഷിച്ചപ്പോൾ ആരാണ് പറയുന്നത്? പടച്ച റബ്ബാണ്. എല്ലാത്തിന്റെയും ഖാലിഖായ, എല്ലാത്തിന്റെയും റാസിഖായ, എല്ലാത്തിന്റെയും മാലിക്കായ, കല്ലിടുക്കിലെ പുൽക്കൊടിക്ക് പോലും കുടിനീര് കൊടുക്കുന്ന അല്ലാഹ്, എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവാധിനാഥനായ പടച്ചതമ്പുരാനുണ്ടല്ലോ. പടച്ചതമ്പുരാനാ പറയുന്നത് വലഖദ് ഫതന്നാ സുലൈമാൻ എന്ന് പറയുന്ന ലോകമടക്കി ഭരിച്ച ചക്രവർത്തിയെ പരീക്ഷിച്ചുവെന്ന്. സഹോദരങ്ങളെ, സാധാരണക്കാരായ നമ്മളെ പരീക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് വല്ല മടിയുമുണ്ടോ, വെറുപ്പുമുണ്ടോ, ഏതെങ്കിലും നിലയിലുള്ള ശക്തി കുറവുണ്ടോ? ഇല്ല. അള്ളാഹു നമ്മളെ പരീക്ഷിക്കും, നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല. ഇവിടെ പരീക്ഷിച്ചത് സുലൈമാൻ നബിയാണ്. ആ സുലൈമാൻ നബി അള്ളാഹു പരീക്ഷിച്ചിട്ട് അള്ളാഹു പറയുകയാണ്, ആ പരീക്ഷണത്തിന്റെ ഏറ്റവും വലിയ തീച്ചൂളയിൽ സുലൈമാൻ നബി എത്തിയപ്പോൾ പതറിയില്ല, സുലൈമാൻ നബി തളർന്നു പോയില്ല, സുലൈമാൻ നബി അലൈഹിസ്സലാം കാല് കിടറിയില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം എന്താ ചെയ്തത്? അല്ലാഹു പറയുന്നു, സുമ്മ അനാബ്. സമ്പൂർണമായ പടച്ചവരിലേക്ക് അങ്ങ് സമർപ്പിതനാവുകയാ. അള്ളാഹുവിലേക്ക് സമർപ്പണ ബോധത്തോടെ, അർപ്പണ ബോധത്തോടെ സർവ്വതും പടച്ചതമ്പുരാന്റെ മുന്നിൽ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ ദിഷണാശാലിയായ, ഏറ്റവും വലിയ വില്ലാളി വീരനായ, വീരനായി സുലൈമാൻ നബി അലൈഹിസ്സലാം മാറുകയാണ്. എന്റെ പ്രിയപ്പെട്ട കർണാടകത്തിലെ കുംപൂരിലെ പ്രിയപ്പെട്ട ജനങ്ങളോട് ഞാൻ പറയുകയാണ്, സുലൈമാൻ നബി അലൈഹിസ്സലാം ആരായിട്ടാണ് അല്ലാഹു പരീക്ഷിച്ചതെന്നറിയോ? ഈ മേൽപ്പാടിയിൽ ഇപ്പൊ കാറ്റ് വേണമെന്ന് സുലൈമാൻ നബി ആഗ്രഹിച്ചാൽ ഈ മേൽപ്പാടിയിൽ കാറ്റടിച്ച് വീശുമായിരുന്നു. ഇനി കുറച്ച് പുത്തൂരിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ ഈ കാറ്റിനെ ഇവിടുന്ന് പുത്തൂരിലേക്ക് കൊണ്ടുപോകാൻ സുലൈമാൻ നബിക്ക് കഴിവുണ്ടായിരുന്നു. അത് എന്റെ വാക്കല്ല, പരിശുദ്ധമായ ഖുർആനിന്റെ വാക്കാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാറ്റ്, അള്ളാഹുവിന്റെ കാറ്റ് കൊണ്ടുവന്നിട്ട് കർണാടകത്തിന്റെ ബാംഗ്ലൂരിലോ മൈസൂരിലോ കൊടുക്കണമെന്ന് സുലൈമാൻ നബി മോഹിച്ചാൽ അള്ളാഹു കാറ്റിനെ അവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. കാരണം എന്തെന്നറിയോ? സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്ത പ്രവാചകനാണ്. സുലൈമാൻ നബിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരെന്നറിയോ? PS ആരെന്നറിയോ? സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഒരു PS ഉണ്ട്. ആ PS ഹുദ്ഹുദ് എന്ന മരം കൊട്ടിയാണ്. ഇടം നിണഞ്ഞു പോകുന്ന കൊച്ചു കൊച്ചുറുമ്പുകളുടെ സംസാരത്തിന്റെ പാടവം പോലും തിരിച്ചറിയാൻ അള്ളാഹു കഴിവ് കൊടുത്ത ചരിത്രത്തിലെ ഒരേ ഒരു പ്രവാചകനാരാ? സയ്യിദുനാ സുലൈമാനുൻ നബി അലൈഹിസ്സലാം. തീരുന്നില്ല സഹോദരങ്ങളെ, സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ജിന്നുകളെ പോലെ കീഴ്പ്പെടുത്തി കൊടുക്കുകയാ. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു കെട്ടിടം നിർമ്മിക്കണമെന്ന ചിന്ത, ആഗ്രഹം വന്നാൽ ആ കെട്ടിടത്തിന് പണിയെടുപ്പിക്കുന്നത് ആരെ കൊണ്ടാണ്? നമ്മൾ സാധാരണ പണിയെടുപ്പിക്കുന്ന ഏതെങ്കിലും തൊഴിലാളികളെ കൊണ്ടല്ല. ഉത്തരേന്ത്യയിൽ നിന്ന് വടക്കേന്ത്യയിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് പണിയെടുക്കുന്ന ഏതെങ്കിലും ബംഗാളിലെ സഹോദരങ്ങളെ കൊണ്ടല്ല പണിയെടുപ്പിച്ചത്. പിന്നെയോ സുലൈമാൻ നബിക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനം കെട്ടണമെന്ന മോഹം വന്നാൽ, ഒരു സിംഹാസനത്തിനെ കെട്ടണമെന്ന മോഹം വന്നാൽ സുലൈമാൻ നബി പണിക്ക് വിളിക്കുന്നത് ആരെയെന്നറിയോ? മനുഷ്യന്റെ കണ്ണുകൾക്ക് കണ്ടു തീർക്കാൻ കഴിയാത്ത ജിന്നുകളുണ്ടല്ലോ, ആ ജിന്നുകളെ കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന് സുലൈമാൻ നബി പണി കഴിപ്പിച്ചത്. ആ രീതിയിൽ സർവ്വ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് സർവ്വ സന്നാഹങ്ങളെയും തന്റെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ട് അള്ളാഹു പറഞ്ഞതെന്താണ്? വലഖദ് ഫതന്നാ സുലൈമാൻ.
സുലൈമാനെ ഞാൻ അങ്ങ് പരീക്ഷിച്ചു എന്നാണ്. ആ പരീക്ഷണം ഏതാണെന്ന് മുഫസ്സിരീങ്ങളെ പേജുകൾ അതിനു വേണ്ടി ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കതിനുള്ള സമയമില്ല. പക്ഷേ സുലൈമാൻ നബി അലൈഹിസ്സലാം പരീക്ഷണങ്ങൾ ഒന്നൊന്നാകെ നേരിടുമ്പോൾ ആ സന്ദർഭത്തിൽ സുലൈമാൻ നബിയുടെ വിശേഷണം അല്ലാഹു പറഞ്ഞത് സമ്പൂർണമായി പടച്ചവരിലേക്ക് അങ്ങ് സമർപ്പിച്ചു എന്നാണ്. സഹോദരങ്ങളെ, രാജ്യസഭയിലും ലോകസഭയിലും ബില്ല് പാസാക്കിയിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കൊണ്ട് ഒപ്പുവെച്ചിട്ട് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സംസ്കാരമാകുന്ന നൂറ്റാണ്ടുകളായി പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ സഹസ്രാബ്ദങ്ങളായി ആളുകൾ സംഭാവന കൊടുത്ത മുഴുവൻ വഖഫ് ഭൂമികളെയും പിടിച്ചെടുത്തിട്ട് അതിനും നിയമപരമായിട്ട് ടച്ച് തകർത്തിട്ട് അവിടെ ഇസ്ലാമിന്റെ എല്ലാ സംവിധാനങ്ങളെയും അടച്ചു പൂട്ടാനുള്ള ശ്രമം നടത്തുമ്പോൾ എന്തിനാ ഇന്ത്യയിലെ മുസ്ലിം പേടിക്കുക? എന്തിനാണ് ഇന്ത്യയിലെ മുസ്ലിം പതറിപ്പോകുന്നത്? നമുക്കൊരു ഖാലിഖില്ലേ, നമുക്കൊരു റാസിഖില്ലേ, നമുക്കൊരു മാലിക്കില്ലേ? ആ മാലിക്കിന്റെ പേരേതാണ്? ആ റാസിഖിന്റെ പേരേതാണ്? ആ ഖാലിഖിന്റെ പേരേതാണ്? ആ പേരല്ലേ സർവശക്തനായ അല്ലാഹ്. ആ പടച്ചവൻ തന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ പടച്ചവനിലേക്ക് നിങ്ങൾ ഇങ്ങനെ ചേർന്ന് കൊള്ളുക, അവനിലേക്ക് സമ്പൂർണ്ണ സമർപ്പിതരാവുക. സുലൈമാൻ നബിയുടെ കഥ പറഞ്ഞിട്ട് അല്ലാഹു നിർത്തുന്നില്ല. അടുത്ത പ്രവാചകനാരാണ്? സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. ആരായിരുന്നു ദാവൂദ് നബി എന്നറിയോ? ഒരുപാട് അല്ലാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയ പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. സഹോദരങ്ങളെ, ദാവൂദ് നബിയും സുലൈമാൻ നബിയും തമ്മിലുള്ള ബന്ധം പിതാവും മകനും എന്ന ബന്ധമാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനായിരിക്കവേ ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇരുമ്പ് കീഴ്പ്പെടുത്തി കൊടുത്തു. വഅലന്നാ ലഹുൽ ഹദീദ്. ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഇരുമ്പിനെ അല്ലാഹു മയമാക്കി കൊടുത്തു. അലന്നാ ലഹുൽ ഹദീദ് എന്ന് പറയുമ്പോൾ ഒരു പെണ്ണ്, ബേൽപ്പാടിയിലെയും കുന്തൂരിലെയും കർണാടകത്തിലെയും ഒരു പെണ്ണ് മാവെടുത്തിട്ട് വെള്ളമൊഴിച്ചിട്ട്, അരിമാവെടുത്ത് അതിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്തിട്ട് അവൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെ സുലൈമാൻ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ ഇരുമ്പിനെ അല്ലാഹു മയപ്പെടുത്തി കൊടുത്തു. ഇരുമ്പിനെ തീയിൽ വെച്ച് കാച്ചിയെടുത്തിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സുലൈമാൻ ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇരുമ്പിനെ വശപ്പെടുത്തി കൊടുത്തു. ഒരുപാട് മഹാസൗഭാഗ്യങ്ങൾ കിട്ടിയ ഒരു പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. ആ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കഥ പറയുന്നത് വലന്ന ദാവൂദ് അന്നമാ ഫതന്നാഹു ഫസ്തഗ്ഫറ റബ്ബഹു വഖറ റാകിഅൻ വഅനാ. ദാവൂദ് നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു പരീക്ഷിച്ചു. പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രവാചകന്മാരെ നേരിട്ടതാണ്. ഇന്നിപ്പോ ഒരുപാട് ആളുകൾ ഫലസ്തീന്റെ വിഷയം വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറിച്ചിടുന്നുണ്ട്. ആ ചിന്തകൾ പലരുടെയും മനസ്സിനെ ഇങ്ങനെ വേട്ടയാടുന്നുണ്ട്. എന്താണെന്നറിയോ? ഫലസ്തീൻ മക്കളെ അള്ളാഹു എന്തേ സഹായിക്കാത്തത്? അള്ളാഹു എന്താ ഫലസ്തീൻ മക്കളെ സഹായിക്കാത്തത്? ഞാൻ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായവർ വേൽപ്പാടിയിൽ ആരൊക്കെയാണെന്ന് കൈവക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ ഇരിക്കുന്നതിൽ ആലിമീങ്ങളെ ഒഴിച്ചാൽ ബാക്കി സിംഹഭാഗം ആളുകളും കൈ ഉയർത്തും. കാരണം എന്താണെന്നറിയോ? നമ്മൾ തന്നെ ചിന്തിച്ചു പോയിട്ടുണ്ട്. എന്താ കാര്യം? അള്ളാഹു എന്താ ഇത്രയും ലോകത്തുള്ള വിശ്വാസികളുടെ ദുആ കേട്ടിട്ട് ഫലസ്തീന്റെ മക്കളെ സഹായിക്കുന്നില്ല? ഇസ്രയേലിന് സർവ്വ പിന്തുണയും അല്ലാഹു കൊടുക്കുന്നത് പോലെ അവരിങ്ങനെ ബോംബ് വർഷം നടത്തിയിട്ട് പാവപ്പെട്ട ഫലസ്തീന്റെ പൊന്നുമക്കളെ ക്രൂരമായിട്ട് വംശഹത്യ നടത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കാത്തവരല്ലല്ലോ നമ്മൾ. അത് നമ്മുടെ ഈമാന്റെ കുറവാണ്. എന്തേ അല്ലാഹു സുലൈമാൻ നബിയെ പരീക്ഷിച്ചത്? പ്രവാചകനായിരുന്നില്ലേ? എന്തേ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ പരീക്ഷിച്ചത്? പ്രവാചകനായിരുന്നില്ലേ? പ്രവാചകന്മാർക്ക് അല്ലാഹു പരീക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രവാചകന്റെ അനുയായികളായ നമുക്ക് പരീക്ഷണങ്ങൾ വരുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? ഒരത്ഭുതവും ഇല്ല, ഒരത്ഭുതവുമില്ല. അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഒന്നൊന്നായി വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട നിലപാട് എന്താണ്? അള്ളാഹുവിലേക്ക് സമ്പൂർണ്ണ സമർപ്പിതരാവുക. അതെങ്ങനെ വേണമെന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയും.
ശ്രദ്ധിച്ചിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. 12 മണിക്ക് തങ്ങൾ വരും. കഴിഞ്ഞ വർഷം ഞാൻ പ്രസംഗിച്ചങ്ങോട്ട് തുടങ്ങിയ സമയത്തിന് തങ്ങൾ വന്നു. പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല. തങ്ങൾക്ക് അത്യാവശ്യമുണ്ടായിരുന്നു, എനിക്കും അത്യാവശ്യം ഉണ്ടായിരുന്നു, പോയി. അപ്പോ ഇപ്രാവശ്യം പ്രസിഡന്റ് തങ്ങളോട് പറഞ്ഞത് എപ്പോഴാണോ പ്രസംഗം തീരുന്നത് അപ്പോൾ വന്നാൽ മതി എന്നാണ്. പക്ഷേ 12 മണി 10 മണിക്ക് തുടങ്ങി 12 മണിക്ക് അവസാനിക്കണം പ്രസംഗം. അത് കഴിഞ്ഞ് തങ്ങളുടെ നസീഹത്തും ദുആയൊക്കെ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 12 അങ്ങ് അറ്റം പോയാൽ ഒരു 12:10 തങ്ങൾ ഈ സദസ്സിൽ എത്തിച്ചേരും. അതുവരെ ഞാൻ പ്രസംഗിക്കും. നിങ്ങൾ നന്നായിട്ട് കേൾക്ക്. ഈ കാലഘട്ടം ഇനി ഒരു ഉറൂസ് നമുക്ക് നടത്താൻ പറ്റുമോ? ഇനി ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുമോ? 3 വർഷത്തിലൊരിക്കലല്ലേ പ്രസിഡന്റ്? 3 വർഷത്തിലൊരിക്കലാണ് ഈ ഉറൂസ് നടക്കുന്നത് ഇവിടെ. അപ്പൊ ഇനി ഒരു ഉറൂസ് ഉണ്ടാകുമോ? ആ ഉറൂസ് ഉണ്ടാകുമെങ്കിൽ ആരൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാകും? പ്രസിഡന്റ് ഉണ്ടാവുമോ? പ്രസംഗിക്കുന്ന ഞാൻ ഉണ്ടാവുമോ? പ്രസംഗിക്കുന്ന നിങ്ങൾ ഉണ്ടാവുമോ? ഇതൊന്നും ആർക്കും നിശ്ചയിക്കാൻ പറ്റാത്ത കാര്യമല്ലേ. അതുകൊണ്ട് ഇന്നോ നാളെയോ എന്നുള്ളതല്ല, ഈ നിമിഷമാണോ അടുത്ത നിമിഷമാണോ എന്ന് പോലും ഗ്യാരണ്ടി ഇല്ലാത്ത ലോകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടപ്പാണ് മനുഷ്യർ. കയ്യിരിക്കുന്ന മൊബൈലിന് പോലും വാറണ്ടി ഉണ്ട്. കേട് വന്നാൽ കൊണ്ട് കൊടുത്താൽ ഗ്യാരണ്ടി ആണെങ്കിൽ പുതിയത് തരും, വാറണ്ടി ആണെങ്കിൽ പണിത് തരും. അല്ലേ? എല്ലാത്തിനും വാറണ്ടിയും ഗ്യാരണ്ടിയും ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഒരേ ഒരു പടപ്പ് ലോകത്തുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത് മനുഷ്യനാണ്. യാതൊരു ഗ്യാരണ്ടി ഇല്ല, യാതൊരു വാറണ്ടി ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. മരിക്കുന്നതിന് മുമ്പ് അള്ള പറയുന്നു സമ്പൂർണ്ണ സമർപ്പിതരാകും. അള്ളാഹുലേക്ക് അങ്ങോട്ട് സമർപ്പിക്കുക സർവ്വതും. അതെങ്ങനെയാണെന്നും അത് ഏതൊക്കെ രീതിയിലാണെന്നും അവർക്ക് എന്താ നാളെ സ്വർഗത്തിൽ കിട്ടുന്നതെന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രതിപാദിക്കാം. അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ അള്ളാഹ് പരീക്ഷിച്ചു. അള്ളാഹുവിന്റെ പരീക്ഷണം വന്നപ്പോ സുലൈമാൻ നബി പതറിയില്ല. സുലൈമാൻ നബി എന്താ ചെയ്തത്? അള്ളാഹുലേക്ക് അങ്ങ് സമർപ്പിതനായി. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹ് പരീക്ഷിച്ചു. ആ പരീക്ഷണം ദാവൂദ് നബി അലൈഹിസ്സലാം എങ്ങനെയാ നേരിട്ടത്? സുജൂദിലും റുകൂഇലും വീണ് അള്ളാഹുവിലേക്ക് സമ്പൂർണ്ണ സമർപ്പിതനായി. നമ്മളാണെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാം. പടച്ചോനെന്താ സഹായിക്കാത്തത്? അള്ളാന്റെ സഹായം എന്താ നമുക്ക് കിട്ടാത്തത്? ആ ഒരു ആശങ്കയാണ് നമുക്കുള്ളത്. അത് മാറണം. തീരുന്നില്ല. ഒരു സുലൈമാൻ നബിയെയും ഒരു ദാവൂദ് നബിയെയും മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കഥ പറയുന്നിടത്ത് അല്ലാഹു പറയുകയാണ്, ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മനുഷ്യനാഗരികതയുടെ പ്രപിതാമകന് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം ആരായിരുന്നെന്നറിയോ? ഇന്ന ഇബ്രാഹീമ ലഹലീം അവ്വാഹും മുനീബ്. മഹാനായ ഇബ്രാഹിം നബിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി 3 അതിൽ ഏതൊക്കെയാണ് അല്ലാഹു പറഞ്ഞതെന്നറിയോ? ഒന്നാമത്തേത് ഹലീം എന്നാണ്. സഹോദരങ്ങളെ, ഹലീം എന്ന് പറഞ്ഞാൽ ഏറെ പരീക്ഷണങ്ങൾ വന്നാൽ പിടിച്ചു നിൽക്കാനും ക്ഷമിക്കാനുള്ള ഒരു മനസ്സാണ്. പിന്നെയോ അവ്വാഹുന് ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്ന പ്രവാചകനാണ്. മുനീബ്, അല്ലാഹുവിലേക്ക് സമ്പൂർണമായ സമർപ്പണ ബോധമുള്ള മനുഷ്യനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയെയും പറ്റി പറഞ്ഞത് മുനീബ് എന്നാണ്. തീരുന്നില്ല സഹോദരങ്ങളെ. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിൽ പറയുകയാണ്, വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഈ ശുഐബ് നബി അലൈഹിസ്സലാം സർവ്വതും അല്ലാഹുവിലേക്ക് സമർപ്പിതനായ പ്രവാചകനാണ്. സഹോദരങ്ങളെ, ഒരു പനയോല നാരുകൊണ്ട് വരിഞ്ഞ ഒരു കട്ടിലിൽ കിടക്കുന്ന ശുഐബ് നബി അലൈഹിസ്സലാം ഒന്ന് എഴുന്നേക്കാൻ പോലെ കഴിയില്ലാത്ത ശുഐബ് നബി അലൈഹിസ്സലാം ഒന്ന് എഴുന്നേറ്റ് നിന്ന് വെള്ളം കുടിക്കാനുള്ള തോക്കത്ത് പോലും ഇല്ലാത്ത ശുഐബ് നബി അലൈഹിസ്സലാം സുന്ദരികളായ 2 പെൺമക്കളാണ് ആടുകൾക്ക് തീറ്റ പറിക്കാൻ പോകുന്നത്. വീട്ടിൽ ആവശ്യമായ വെള്ളം കോരാൻ പോകുന്ന ശുഐബ് നബിയുടെ പൊന്നുമക്കളാണ്. പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ഏറ്റവും വലിയ രോഗത്തിന്റെ ഇടയാ
ഇടയായിട്ട് പ്രായാധിക്യം ചെന്നിട്ട് പനയോല കൊണ്ട് നിർമ്മിച്ചതായ ഒരു കസേര ഒരു കട്ടിൽ ഇങ്ങനെ കിടക്കുന്ന ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകളെ മരുമകനാക്കി അല്ലാഹു കൊണ്ടു കൊടുത്തല്ലോ. ആരെയാ കൊടുത്തത്? കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനെ. മൂസാ നബി അലൈഹിസ്സലാമിനെ ആ വീട്ടിൽ മരുമകനാക്കി ശുഐബ് നബിക്ക് അല്ലാഹു സമ്മാനിച്ചെങ്കിൽ ശുഐബ് നബി അലൈഹിസ്സലാം ചില്ലറക്കാരനല്ല. ശുഐബ് നബി അലൈഹിസ്സലാം നാട്ടിലുള്ള അനാചാരങ്ങൾക്കും അരാജകത്വത്തിനുമെതിരെ ഒരു കാലഘട്ടത്തിൽ ശക്തമായ പോരാട്ടം നടത്തിയ പ്രവാചകനാണ്. അളവില് തൂക്കത്തിലും കുറവ് വരുത്തുന്ന കച്ചവടത്തില് കാപ്പട്ടി കാണിക്കുന്ന കള്ളക്കച്ചവടക്കാരുടെ ലോകത്തില് അരുത്, പാടില്ല എന്ന് പറഞ്ഞിട്ട് കച്ചവടക്കാരാകുന്ന ഫാസിസ്റ്റുകളുടെ മനോമുഖരത്തില് ഭയപ്പാട് വിതറിക്കൊടുത്ത പ്രവാചകനാണ് സയ്യിദുനാ ശുഐബ് നബി അലൈഹിസ്സലാം. ആ പ്രവാചകന്റെ പ്രാർത്ഥന എന്താണ്? വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഞാനിതാ പടച്ചവരിലേക്ക് സമ്പൂർണമായ സമർപ്പണം നടത്തുകയാണ്. എല്ലാം എന്റെ നാഥനിലേക്ക് ഞാൻ അർപ്പിക്കുകയാണ്. ഇത് പറഞ്ഞിട്ടാണ് ശുഐബ് നബി അലൈഹിസ്സലാം പോലും സഹോദരങ്ങളെ ഏറ്റവും വലിയ രീതിയിലുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന നിർവഹിച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ കുന്തൂരിലെയും മേൽപ്പാടിയിലെയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പുരുഷന്മാരോട്, സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിലേക്ക് സമ്പൂർണ്ണ സമർപ്പണ ബോധത്തോടെ നിൽക്കുന്ന നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ആരൊക്കെ ശ്രമിച്ചാൽ പോടാതിന്റെ പണി നോക്കിയിട്ടെന്ന് പറയാനുള്ള ആംബിയർ, അത് പറയാനുള്ള തന്റെ ഇടം നമുക്ക് ഉണ്ടാകണം സഹോദരങ്ങളെ. ആരെങ്കിലും വന്നിട്ട് റബ്ബിലേക്ക് സമർപ്പിക്കുന്ന അർപ്പണബോധത്തെ, സമർപ്പണബോധത്തെ സമ്പൂർണ്ണ സമർപ്പിതം നമ്മൾ നടത്തുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും നമ്മുടെ മുമ്പിൽ വന്നാൽ ഏവനായാലും അവനെ പോടാ എന്ന് പറയാനുള്ള ഈമാനിക കരുത്ത് നമുക്ക് ഉണ്ടാകണം. ഈമാനികമായ കരുത്ത് നമുക്ക് ഉണ്ടാകണം. ആ ഒരു ഉൾക്കരുത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആര് പറഞ്ഞാലും ശരി, 5 നേരം നിസ്കരിക്കുന്നവന്റെ അടുത്ത് വന്നിട്ട് നിങ്ങളെന്ന് ആലോചിക്കുക, പുതിയ നിയമം കൊണ്ടുവന്നിരിക്കാൻ. എന്താ പുതിയ നിയമം? ഞാൻ കർണാടകയിലെ വിശ്വാസികളെ ഞാൻ അങ്ങേയറ്റം ആദരിക്കുകയാണ്. എന്താ കാര്യം എന്നറിയോ? അങ്ങേയറ്റം ഒരു ആദരവ് കർണാടകത്തിലെ മുസ്ലിം സമുദായത്തോട്, അത്രയും വലിയൊരു പ്രതിബദ്ധത, ഒരു കമ്മിറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ, വഖഫിനെതിരെ, വഖഫിന് അനുകൂലമായിട്ട് വഖഫ് ബില്ലിനെതിരെ ലോക്സഭയിൽ പാർലമെന്റിൽ നിന്ന് പാസാക്കിയെടുത്ത ആ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തിയ ഏറ്റവും വലിയ ഒരു പ്രതിഷേധത്തിന്റെ ഒരു രോഷാഗ്നി ആളിക്കത്തിയത് എവിടെയായിരുന്നു? ബാംഗ്ലൂരിലല്ലേ? മംഗലാപുരത്ത ഒരു വലിയ ജനപിന്തുണ ഉണ്ടായിരുന്ന ഒരു പരിപാടി. കേരളത്തില് വലിയ പ്രതിഷേധമൊന്നും കണ്ടില്ല എന്ന് പറയാൻ കഴിയില്ല. സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടത്തി. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നെനിക്കറിയില്ല, കേരളത്തിലായാലും കർണാടകത്തിലായാലും തമിഴ്നാട്ടിലായാലും NRC CAA എന്ന് പറയുന്ന കാടൻ നിയമം കൊണ്ടുവന്നിട്ട് ഇവിടത്തെ മുസ്ലിം സമൂഹത്തെ മുഴുവനും ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തെരുവിലിറങ്ങിയ അത്രയും ആവേശം വഖഫിന്റെ വിഷയത്തിൽ കാണുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഉണ്ടോ? ഇല്ല. NRC CAA അതുപോലെ പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്ന് നമ്മുടെയൊക്കെ പൗരത്വം റദ്ദാക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നടത്തിയ പ്രതിഷേധത്തിന്റെ 1000-1 ആകുന്നില്ല വഖഫ് എന്ന് പറയുന്ന ഈ മഹത്തായ ഒരു വലിയ ഇബാദത്തിൽ സെൻട്രൽ ഗവൺമെന്റ് പിടി വെച്ചപ്പോൾ അങ്ങനെ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടില്ല. എന്താണെന്നറിയോ? ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താ അതിനിപ്പോ ഒരു കാരണം? ഞാൻ മനസ്സിലാക്കിയ കാരണം, NRC CAA വിഷയം, പൗരത്വ ഭേദഗതി ബില്ലൊക്കെ വരുമ്പോ നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വത്താണ്. നമ്മുടെ വാപ്പ നമുക്ക് തന്നത്, നമ്മുടെ ഉമ്മ നമുക്ക് പാരമ്പര്യമായി തന്നത്, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്,
അപ്പൊ നമ്മുടെ സർവ്വ സ്വത്തുകളും കണ്ടുകെട്ടുമെന്നുള്ള ഒരു ഭയമായിരുന്നു നമുക്ക്. അതുകൊണ്ട് നമ്മൾ തെരുവിലിറങ്ങി, അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ രീതിയിൽ സമരം ചെയ്തു. വഖഫിന്റെ വിഷയത്തില് നമുക്ക് അത്രയും അങ്ങോട്ട് വിഷമവും പ്രയാസമൊന്നും ഇല്ല. എന്താ കാര്യം? അത് അള്ളാന്റെ ഭൂമിയല്ലേ പോകുന്നത്. പടച്ചോന്റെ പള്ളി, പടച്ചോന്റെ കോളേജ്, പള്ളിപ്പറമ്പൊക്കെ അല്ലേ പോകുള്ളൂ. നമുക്കൊരു പ്രശ്നം ഉണ്ടാവൂല. മറ്റത് നമ്മുടെ വിഷയമായിരുന്നു, ഇപ്പോഴത്തത് അള്ളാന്റെ വിഷയമാണ്. ഈ ഒരൊറ്റ വിഷയത്തിൽ മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ദുനിയാവിനോടാണോ ആഖിറത്തിനോടാണോ പ്രണയം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ ആഖിലതു ഇലാ ഖസ്അതിഹാ. ഭക്ഷണ തളിക കൊണ്ടുവച്ചു. ഓരോ പ്ലേറ്റ് ആളുകൾക്ക് കൊടുക്കുന്നതല്ല, ഒരു വലിയ പാത്രത്തിൽ ഭക്ഷണം നിറച്ചു വെച്ചിട്ട് ഇപ്പോ ഈ ഇരിക്കുന്ന പുരുഷന്മാരുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവച്ചാൽ, ഒരു വലിയ പാത്രത്തിൽ ഭക്ഷണം, എന്തെങ്കിലും ഒരു ലഘുഭക്ഷണം ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾ ഇരിക്കുന്നതിന്റെ ഒത്ത മധ്യഭാഗത്ത് കൊണ്ടുവച്ചാൽ 4 ഭാഗത്ത് നിന്ന് കൈകൾ ഇങ്ങനെ വരും അല്ലെ, അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ ആഖിലതു ഇലാ ഖസ്അതിഹാ. ഭക്ഷണ തളികയിലേക്ക് കൈകൾ നീണ്ടുവരുന്നത് പോലെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നിങ്ങളുടെ നേരെ കൈകൾ നീണ്ടുവരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ മേൽ കൈകൾ നീണ്ടുവരും. കണ്ടില്ല, ഇപ്പോ പോകുന്നവനും വരുന്നവനും, ചെറിയവനും വലിയവനും, കുടുംബത്തിൽ പിറന്നവനും പിറക്കാത്തവനും, ഭാര്യ ഉള്ളവനും ഇല്ലാത്തവനും, കുടുംബം ഉള്ളവനും ഇല്ലാത്തവനും, മക്കളുള്ളവനും ഇല്ലാത്തവനും, എല്ലെണ്ണോ കയറി നിരങ്ങ ഇസ്ലാമിന്റെ വടവൃക്ഷത്തിന്റെ മുകളിൽ. പോകുന്നവനും വരുന്നവനും ഒക്കെ കയറി ഇറങ്ങുക അല്ലേ. എന്ത് വിഷയം ഉണ്ടെങ്കിലും ഓടി വന്ന്, ഒരു സിനിമയുടെ വിഷയത്തിലാണെങ്കിലും, ഒരു കലയുടെ വിഷയത്തിലാണെങ്കിലും, ഒരു ഹോട്ടലിന്റെ വിഷയത്തിലാണെങ്കിലും, ഏത് വിഷയത്തിലും മുസ്ലിം സമുദായത്തിന്റെ മേൽ കടന്നാക്രമണം നടത്താൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ഓടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദി യാ റസൂലല്ലാഹ്, അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമാകുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബൽ അന്തും കസീർ, അന്ന് നിങ്ങൾ ഭൂരിപക്ഷമാണ്, ന്യൂനപക്ഷമൊന്നും അല്ല. നിങ്ങൾ അന്ന് ആളുകൾ കൂടുതലുണ്ടാകും. പക്ഷെ വലാകിന്നകും ഉസാഉൻ കഉസാഇസ് സൈൽ, പക്ഷെ നിങ്ങൾ മലവെള്ളപ്പാച്ചിലിൽ പാഞ്ഞു വരുന്ന ചണ്ടികളെ പോലെയായിരിക്കും. ഒരു ഉപയോഗം ഉണ്ടാവൂല. ഒരു മലവെള്ളം കുത്തി ഒഴുകി വരുമ്പോൾ അതിൽ വരുന്ന ചണ്ടികളെ പോലെയായിരിക്കും നിങ്ങൾ. മാത്രമല്ല, നിങ്ങൾക്ക് വഹൻ എന്ന് പറയുന്ന ഒരു രോഗം അന്ന് പിടിപെടും. അത് ക്യാൻസർ അല്ല, അത് ട്യൂമർ അല്ല, അത് സോറിയാസിസ് അല്ല, അത് കുഷ്ഠമല്ല, അത് വെള്ളപ്പാണ്ടല്ല, അത് രക്തവാതമല്ല, പിത്തവാതമല്ല. അത് ഏത് രോഗമാണ്? സഹോദരങ്ങളെ, നബി തങ്ങളോട് തന്നെ ചോദിച്ചു, വമൽ വഹനു യാ റസൂലല്ലാഹ്, എന്താ ഈ വഹൻ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോടുള്ള താല്പര്യവും മരണത്തോടുള്ള വെറുപ്പുമാണ്. സ്വർഗം വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈവക്കാൻ പറഞ്ഞാൽ എല്ലാ ആളുകളും കൈവക്കും. ഒരാളും കൈവക്കാതിരിക്കില്ല. സ്വർഗം വേണം, നിങ്ങൾക്ക് ഇന്ന് രാത്രി സ്വർഗം വേണോ എന്ന് ചോദിച്ചാൽ ഈ കൈകളെല്ലാം താഴെയും ചെയ്യും. ശരിയാണോ അല്ലേ? സ്വർഗം വേണോ? വേണം. ആർക്കാ വേണ്ടാത്തത്? എല്ലാവർക്കും വേണം. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ആരാ കൈവക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരിക്കുമെന്നല്ലേ? നമ്മൾ കൈയങ്ങ് താത്തിടും. അതാണ് ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. മരണം നമുക്ക് വല്ലാത്തൊരു വെറുപ്പാണ്. ദുനിയാവ് വേണം. അതാണ് പറഞ്ഞത്, സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടുമെന്നുള്ള പൗരത്വ ഭേദഗതി ബില്ലിന്റെ ഘട്ടത്തിൽ തെരുവുകളിലേക്ക് നമ്മൾ ഇറങ്ങി സമരം ചെയ്തു. ഈ ഘട്ടത്തിലോ നമ്മളെല്ലാരും മൗനം അവലംബിക്കുന്നു. ജനാധിപത്യ രീതിയിൽ നമുക്ക് എന്തുകൊണ്ട് സമരം ചെയ്തുകൂടാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, കർണാടകയിൽ മംഗലാപുരത്ത് നടന്ന പടുകൂറ്റൻ വഖഫ് ബില്ലിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം വളരെ അഭിമാനകരമായി തോന്നി. അള്ളാഹു ഇനിയും ഒത്തൊരുമയോടെ പടച്ചതമ്പുരാന്റെ ഈ ദീനിനു വേണ്ടിയിട്ട് നമ്മൾ താമസിക്കുന്ന മഴവിൽ മനോഹാരിതയുള്ള ഈ പ്രവിശാലമായ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാജ്യമായ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് ഒരുമിച്ചിറക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.